പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കാച്ചി എണ്ണയായിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു രാസവസ്തുക്കളും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ തലയിലത്തെ താരം പോകാനും അകാല നര പോകാനും മുടി കൊഴിച്ചൽ മാറാനും മുടി നന്നായി തഴച്ച് വളരാനും വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഞാൻ ഉണ്ടാക്കിയ എണ്ണയാണ്. അപ്പോൾ നിങ്ങളും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. വാ. അപ്പോൾ നമുക്ക് എണ്ണ കാച്ചാൻ ആവശ്യമായ ചേരുവകൾ ഏതൊക്കെയാണെന്ന് ഓരോന്നോരോന്നായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് കേശവർദ്ധിനി. നമ്മുടെ മുടി നന്നായി തഴച്ചു വളരാൻ സഹായിക്കുന്നു. ഇത് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചെമ്പരത്തിപ്പൂ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്പരത്തിപ്പൂ വീട്ടിൽ നിന്ന് ഒന്നേ കിട്ടിയുള്ളൂ. അപ്പോൾ അത് വലിച്ചു. അപ്പോൾ മോൻ വലിക്കാൻ പോയിട്ടുണ്ട്. ഇത് തെച്ചിപ്പൂവാണ്. അപ്പോൾ അത് മൈലാഞ്ചി ഞാൻ കർക്കിടക മാസം 1-ാം തീയതി കയ്യിൽ മൈലാഞ്ചി ഇടാൻ വേണ്ടി സംക്രാന്തിക്ക് വലിച്ച കാരണം കുറച്ച് കിട്ടി. നമ്മുടെ ആവശ്യത്തിനുള്ള മൈലാഞ്ചി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അടുത്തത് നമ്മുടെ കറിവേപ്പിലയാണ്. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന കറിവേപ്പില തന്നെയാണ്. നമുക്ക് ഇനി അടുത്തത് തുളസി വലിക്കാം. ഞാൻ അവിടെ കരിന്തുളസിയാണ് എടുക്കുന്നത്. കരിന്തുളസി അല്ലെങ്കിൽ സാധാ തുളസി ആണെങ്കിലും എടുക്കാം. അപ്പോഴേക്കും നമ്മുടെ അഭി പോയി ചെമ്പരത്തിപ്പൂ വലിച്ചുകൊണ്ട് വന്നു കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ചെമ്പരത്തിപ്പൂവും കിട്ടി. ഇനി അടുത്തത് നമ്മുടെ വേപ്പിലയാണ്. അപ്പോൾ നമുക്ക് വേപ്പിൻ്റെ ഇല കിട്ടി. ഇതാ മുരിഞ്ഞ ഇല കിട്ടി. ഇതാ നമ്മുടെ എണ്ണയിലെ താരം കഞ്ഞുണ്ണി. ഇതാണ് നമ്മുടെ എണ്ണയിലെ മെയിൻ താരം. അപ്പോൾ നമ്മുടെ കഞ്ഞുണ്ണി നമുക്ക് നന്നായിട്ട് മുടി വളരാൻ സഹായിക്കുന്നു. അപ്പോൾ നെല്ലിക്ക വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അത് തേങ്ങയുടെ അല്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് നെല്ലിക്ക മരം. നമുക്ക് കുറച്ച് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെല്ലിക്കയും കൂടെ കിട്ടിക്കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പച്ചയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഞാൻ ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് എടുത്തിട്ടില്ല. അത് ഞാൻ അടുത്ത പ്രാവശ്യത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ കറ്റാർ വാഴി നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം എന്താണ് കുറേ സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ എന്താ ചെടിയുടെ ഉള്ളിൽ നിന്ന് എന്താ പൊങ്ങിയെന്നല്ലേ. അപ്പോൾ നമ്മുടെ റോസാപ്പൂ വലിക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മളിതിലേക്ക് റോസാപ്പൂവും കൂടി ചേർത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു സാധനം കൂടെ കാണിച്ചു തരാൻ മറന്നു പോയിട്ട്, അതാണ് നീലാമരി. അപ്പോൾ ഞാൻ ഇത് അടുത്ത വീട്ടിൽ നിന്ന് നേരത്തെ വലിച്ചുകൊണ്ട് വെച്ചതാണ്. അപ്പോൾ അത് ഇത്രയും സാധനങ്ങൾ, പിന്നെ ചെമ്പരത്തി ഇല പറയാൻ മറന്നു, കൊയ്യക്കയില പറയാൻ മറന്നു കേട്ടോ. അത് കൊയ്യക്കയില. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മളിവിടെ റെഡിയാക്കി കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് വൃത്തിയായി വെച്ചിട്ടുണ്ട്. പിന്നെ കരിഞ്ജീരകവും ഉലുവയും ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. കറ്റാർ വഴിയിൽ വെള്ളത്തിൻ്റെ അംശമുള്ളത് കാരണം അത് നന്നായി അരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉലുവയും കരിഞ്ജീരകവും നെല്ലിക്കയും കൂടെ പൊടിച്ചെടുത്തു. വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കരിയാതെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതൊരു അരമണിക്കൂർ നന്നായി പൊരിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ഞാൻ വേറൊരു സാധനവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. പക്ഷേ എനിക്ക് തേങ്ങ ചിരകി പിഴിയാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ നന്നായിട്ട് വെള്ളം ചേർക്കാതെ പച്ചത്തേങ്ങ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്തു. ഇതും കൂടെ ഒന്ന് നന്നായി മൊരിഞ്ഞ് കിട്ടണം. നല്ല മണം വരുന്ന സമയത്ത് നമ്മുടെ എണ്ണ നന്നായി തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ പാകമായി എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മുടെ റോസാപ്പൂവും തെച്ചിപ്പൂവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരുപാട് നേരം എണ്ണ കത്തിക്കണ്ട. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫാക്കണം. പിന്നെ നമുക്ക് ഇതിൽ തന്നെ എല്ലാ സാധനവും ഇട്ട് വെച്ചു കേട്ടോ. പിറ്റത്തെ ദിവസം നമ്മൾ 18 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് നമുക്കിത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല വെള്ളം ഈർപ്പൊന്നും ഇല്ലാത്ത ഒരു കുപ്പിയിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഇത് ഫുള്ളും. അപ്പോൾ നമ്മളിതവിടെ പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വെച്ചാൽ നിങ്ങളൊന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കുക, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ മുടി കൊഴിച്ചലും അകാല നര, പിന്നെ മുടി പൊട്ടിപ്പോകൽ, താരൻ, എൻ്റെ കുറേ പ്രശ്നങ്ങൾ, അതുപോലെ ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉറക്കമൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ എല്ലാ എണ്ണകളൊക്കെ പിഴിഞ്ഞെടുത്തു. അതിൻ്റെ വേസ്റ്റാണ്, അത് നമുക്ക് കഞ്ഞിവെള്ളത്തിൽ കലക്കിയിട്ട് തലയിൽ തേക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു കുപ്പിയിലേക്ക് ഡെയിലി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പകർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ചുക്കുട്ടി ഇന്ന് മുതൽ നമ്മൾ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അച്ചുവിൻ്റെ കുറച്ച് മുടി നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല നമുക്ക് മുടി വളരുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു 4 ഇഞ്ച് നീളത്തിൽ മുടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മളുടെ തലയിലേക്ക് നന്നായിട്ട് ഈ എണ്ണ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷമേ കുളിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ എണ്ണ കണ്ടോ നല്ല മണമുണ്ട് കേട്ടോ. അച്ചുവിന് നമ്മുടെ തലയിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ ശേഷമേ കുളിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മുടി വളരുണ്ടോ ഇല്ലേ എന്നൊക്കെ ഞാൻ പിന്നാലെ നമുക്ക് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ഉപകാരപ്രദമാകുന്ന ഏറെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ ഒരുപാട് ഓയിലുകളൊന്നും വാങ്ങിച്ചു കൊടുക്കാതെ നമ്മൾ തന്നെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.